ഹലോ ഗായ്സ്, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു അടിപൊളി ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ കൂട്ടുകാരെ. കാരണം എന്താണെന്ന് വെച്ചാൽ നാഷണൽ മീഡിയ മൊത്തം ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സഞ്ജു സാംസന്റെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? അങ്ങനെ ഇന്ത്യൻ 2020 ടീമിന്റെ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിന് പകരം അങ്ങനെ നമ്മുടെ സഞ്ജു സാംസൺ പേരാണ് ചീഫ് സെലക്ടർ അഗാർക്കറും ഗംഭീറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ അറിയാലോ. ഒരു 3 ദിവസത്തിന് മുമ്പ് വരെ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ശ്രേയസ് അയ്യറിനാണ് മുൻഗണനയും ചാൻസും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം മൊത്തം നാഷണൽ മീഡിയ മൊത്തം സഞ്ജു സാംസന്റെ പേരാണ് പറഞ്ഞത്. 2020 പുതിയ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിന് വരാൻ സഞ്ജു സാംസണാണ് വരാൻ പോകുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അത് വളരെയധികം സന്തോഷം തന്നെ ഒരു ഇതാണ്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 ടീമിന് പുറത്താണ് ശ്രേയസ് അയ്യർ. അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയും. കാരണം എപ്പോഴും 2020 ടീമിന് പുറത്താണ് ശ്രേയസ് അയ്യർ. ഇപ്പം നിലവിലെ 2020 ടീമിന് ഇല്ല. പക്ഷെ ഇപ്പം നിലവിലെ 2020 ടീമിൽ നമ്മൾ ഫോർമൽ ക്യാപ്റ്റൻസി ഒരു ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് സഞ്ജു സാംസണാണ്. കാര്യം എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിനെ ഫൈനലിൽ എത്തിച്ച ഒരു ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ. ആ എബിലിറ്റി സഞ്ജു സാംസണുണ്ട്. ഇപ്പൊ ചെന്നൈ ടീമിന്റെ കൂടെ ചേർന്ന് നല്ല രീതിയിൽ ഫോമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ന്യൂസ് ഞങ്ങൾക്ക് സഞ്ജു ഫാൻസിനും കേരളം ഒട്ടാകെയുള്ള എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ന്യൂസാണ്. ആലോചിച്ച് നോക്കിയാൽ സഞ്ജു സാംസൺ ഇന്ത്യൻ 2020 ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമില്ല. അതൊരു ഹിസ്റ്ററി ആയിരിക്കും, ഒരു വല്ലാത്തൊരു ഇതായിരിക്കും. ആലോചിച്ച് തീർച്ചയായിട്ടും ഒരു 3 മാസം മുമ്പ് സഞ്ജു സാംസൺ പുറത്താക്കും, ഫോം ഔട്ടില്ല, ഇതിന്റെ ബാക്കിൽ നിന്നാണ് കളിക്കുന്നത്, ഫോം ഔട്ടാണ്, പുറത്താക്കുക, ടീമിൽ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ന്യൂസിലാൻഡ് സീരീസ് ആണെങ്കിൽ ആകെപ്പാട് 46 റൺസേ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫുൾ പരാജയമായിട്ട് 5 ഇന്നിങ്സുമായിട്ട് 46 റൺസേ അടിച്ചിട്ടുണ്ട്. ഫുൾ പരാജയമായിരുന്നു. എന്തൊക്കെയായിരുന്നു സഞ്ജു സാംസണിൽ. ദൈവമായിട്ട് ഒരു ലോകകപ്പിൽ ചാൻസ് കൊടുത്ത് നല്ല രീതിയിൽ ലോകകപ്പിൽ നല്ല പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് അവിടെ നിന്ന് പിന്നെ ആ വേൾഡ് കപ്പ് ഇന്ത്യ അടിച്ച് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് ട്രേഡ് വഴി സഞ്ജു സാംസൺ സെലക്ട് ആയി. ആ ചെന്നൈ സൂപ്പർ കിങ്സിൽ 2 സെഞ്ചുറി 2 50 നേടിയ സഞ്ജു സാംസൺ നല്ല ഫോമിൽ ചെന്നൈ ടീം എടുത്ത 10 പോയിന്റിൽ 8 പോയിന്റ് സഞ്ജു സാംസന്റെ കഴിവിലൂടെയാണ് എടുത്തത്. കാര്യം 2 കളിയിൽ സെഞ്ചുറി, പിന്നെ ഒരു കളിയിൽ 50, ഒരു കളിയിൽ ഒരു 84. ആലോചിച്ച് നോക്ക്. ഇതെല്ലാം ഒരു മുതൽക്കൂട്ട് തന്നെയാണ് സഞ്ജു സാംസൺ. തീർച്ചയായിട്ടും ചീഫ് സെലക്ടർ അഗാർക്കറും കോച്ച് ഗംഭീറുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് തീർച്ചയായിട്ടും സഞ്ജു സാംസണാണ് പോസിബിലിറ്റി കൂടുതലായിട്ടുള്ളത്. ഇന്ത്യൻ ടീമിന്റെ 2020 ക്യാപ്റ്റനായി സഞ്ജു സാംസണാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. എന്തായിരുന്നാലും ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെ ന്യൂസാണ്. എന്ത് നടന്നാലും സത്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ട്. കാര്യം സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന 2 മാച്ച് ഉണ്ട്. ഇനി ഒരു ന്യൂസിലാൻഡ് സീരീസ് ഉണ്ട്, പിന്നെ ഒരു അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഒരു സീരീസ് ഉണ്ട്. അങ്ങനെ 2-3 സീരീസ് ഉണ്ട്. എന്തായിരുന്നാലും സൂര്യകുമാർ യാദവ് ഫോം ഔട്ട് ആയതിനാൽ സൂര്യകുമാർ യാദവിന്റെ ഏജിന്റെ ചില പ്രശ്നമുണ്ട്. എന്തായാലും സൂര്യകുമാർ യാദവ് മാറി നിൽക്കട്ടെ, വരട്ടെ, പുതിയ രക്തങ്ങൾ വരട്ടെ, പുതിയ പിള്ളേർ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും സഞ്ജു സാംസൺ 2020 ടീമിന്റെ ക്യാപ്റ്റൻ ആവുന്ന വല്ലാത്ത സന്തോഷം തന്നെ നമുക്ക് എല്ലാവർക്കും വല്ലതും. കേരളത്തിലെ ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. കേരളത്തിൽ നിന്നൊരാള്, തിരുവനന്തപുരത്ത് നിന്നൊരാൾ, സാധാ ഒരു മനുഷ്യൻ നമ്മളെ ഇന്ത്യൻ ടീം 2020 ടീമിന്റെ ക്യാപ്റ്റൻ ആകണമെന്ന് വല്ലാത്ത സന്തോഷം കൊണ്ട് ഒരു രക്ഷയില്ല, കേൾക്കുക. എന്തായാലും അഭ്യൂഹങ്ങൾക്കെല്ലാം നമുക്ക് വിട കൊടുക്കാം. എന്തായാലും ഇത് ന്യൂസ് ശരിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും ഈ ന്യൂസ് സ്പ്രെഡായി നാഷണൽ മീഡിയ മൊത്തം ആഘോഷിക്കുകയാണ്. കാര്യം തന്നെ നാഷണൽ മീഡിയ മൊത്തം ആഘോഷിക്കുക. കാര്യം തന്നെ ശ്രേയസ് അയ്യറിന്റെ PR വർക്കിലൂടെയൊക്കെ നാഷണൽ മീഡിയയിൽ കുറച്ച് ഇത് വെച്ച് PR വർക്കിൽ ട്വീറ്റ് ചെയ്ത് ശ്രേയസ് അയ്യറാണ് അടുത്ത ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് ട്വിറ്റർ മൊത്തം. ആ സമയത്താണ് ഇപ്പോൾ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് സഞ്ജു സാംസൺ. അപ്പൊ ഇതെല്ലാം നാഷണൽ മീഡിയ ഏറ്റെടുക്കുക. കാര്യം സഞ്ജു സാംസന്റെ ന്യൂസ് തന്നെ ഇപ്പൊ നാഷണൽ മീഡിയ മൊത്തം എന്തുകൊണ്ട് നന്നായിരിക്കട്ടെ, ഇത് നടക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നടക്കട്ടെ. സഞ്ജുവിലൂടെ ഇന്ത്യൻ ടീം വീണ്ടും മുന്നേറട്ടെ. ഒരുപാട് ദൂരത്തേക്ക് സഞ്ജു യാത്ര ചെയ്യട്ടെ. സഞ്ജുവിന്റെ ഫോമും പിന്നെ ആകെയുള്ള ഒറ്റ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസിയുടെ ഭാരം തലയിൽ വരുമ്പോൾ സഞ്ജു ഇപ്പൊ കളിക്കുന്ന ഫോമിന് എന്തെങ്കിലും വരുമോ എന്നുള്ള ഒരു സംശയം മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഏറ്റെടുക്കുമ്പോഴത്തേക്ക് കളിയിലെ ആ ഫോം നഷ്ടപ്പെടുകയും ക്യാപ്റ്റന്റെ ആ ഒരു ബാധ്യത തലയിൽ കയറുമ്പോൾ ഫോം നഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ
വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സഞ്ജുവിന്. കാര്യം സഞ്ജു നല്ല രീതിയിൽ ഫോമും ആകണം, ക്യാപ്റ്റൻ MSDനെ പോലെ വിക്കറ്റിന് വേണ്ടി നല്ലൊരു ക്യാപ്റ്റനും ആകണം. ഭാരം തലയിൽ വരാതെ ഫോം ഔട്ട് ആവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും സഞ്ജു സാംസണിലൂടെ ഇന്ത്യ ഇനി വരുന്ന സീരീസ് എല്ലാം നേടണം. സഞ്ജു സാംസൺ ഒരു പ്രൗഡ് മൊമെന്റാണ്, കേരളത്തിന്റെ അഭിമാനമായി മാറണം, നമ്മൾ തിരുവനന്തപുരത്തിന്റെ അഭിമാനമാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന, ആഘോഷിക്കുന്നു. എന്തായാലും ഈ ന്യൂസ് സത്യമായി തീരട്ടെ. എന്തായാലും തീർച്ചയായിട്ടും ചീഫ് സെലക്ടർ അഗാർക്കറും ഗൗതം ഗംഭീറും സഞ്ജുവിന്റെ പേരാണ് സജഷൻ ചെയ്തത്. കാരണം ശ്രേയസ് അയ്യറിന്റെ പേര് സജഷൻ ചെയ്തിട്ടില്ല. കാരണം എന്താ, ഇപ്പം നിലവിൽ 2020 ടീമിന്റെ ഭാഗമല്ല ശ്രേയസ് അയ്യർ. അങ്ങനെയുള്ള ഒരാളിനെ ക്യാപ്റ്റനാക്കി എടുക്കാൻ ഒരു ചാൻസും ഇല്ല. തീർച്ചയായിട്ടും അതിലുള്ളതിൽ ഇപ്പം അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉള്ളത് സഞ്ജു സാംസണാണ്. അപ്പോൾ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ തന്നെ ആകട്ടെ ക്യാപ്റ്റൻ എന്ന് സഞ്ജു ഫാൻസ് ഞങ്ങളെല്ലാം കേരളക്കാരെ മൊത്തം ആഗ്രഹിക്കുന്നു. സഞ്ജു സാംസൺ തന്നെ ആകട്ടെ ക്യാപ്റ്റൻ 2020. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. എല്ലാം ഇപ്പൊ പറയുന്ന ന്യൂസ് എല്ലാം സത്യമായി തീരട്ടെ. എന്റെ ചാനൽ മുഖാന്തരം ഞാൻ പറയുന്നത് സത്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോ ആയി ഭ്രാന്ത വരികയാണ് ഗൈസ്. ബൈ ഫ്രം ഭ്രാന്തൻ.